ഹലോ മക്കളെ, നമ്മൾ പബ്ലിക് എക്സാമിന് ബേസിക് സയൻസിന്റെ ബയോളജിയിൽ നമുക്ക് 6 ചാപ്റ്റർ ആണല്ലോ അല്ലെ. ആ 6 ചാപ്റ്ററിൽ നിങ്ങൾ ഏത് ചാപ്റ്റർ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്, ഏതാണ് പഠിക്കാണ്ട് നമുക്ക് ഒന്ന് ഉഴപ്പാൻ പറ്റുന്നതെന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ അത് ആ ഒരു ഉടായ്പകളൊക്കെ കേൾക്കാൻ വേണ്ടി ഈ ഒരു വീഡിയോ ലാസ്റ്റ് വരെ കാണാം. ഇപ്പൊ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് ബയോളജിയിൽ നമ്മൾ ചാപ്റ്റർ പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ മിസ്സിന് വേണ്ടിയിട്ട് മിസ് നിങ്ങൾക്ക് ഈ ഒരു ഉടായ്പൊക്കെ പറഞ്ഞു തരുന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ കമന്റ് ബോക്സിൽ ഒരു ഹാർട്ട് മിസ്സിന് കമന്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ലൈഫ്സ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ്, കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കൂടുതലും 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരാനാണ് ചാൻസ്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ഓൺ എക്സാമിനും ക്രിസ്മസ് എക്സാമിനും ഒക്കെ പഠിച്ച സംഭവം ആയതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് എന്തായിരിക്കും വെയിറ്റേജ് കുറവാണ്. ഓക്കെ, അപ്പോൾ ഒരു 2 മാർക്കിനൊക്കെ നമുക്ക് ഇതിനെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ കൂടുതലും നിങ്ങൾ എന്ത് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ 1 വേർഡ് ആയിട്ടുള്ള സംഭവങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, റെഡി. എസ്സേ ക്വസ്റ്റ്യൻസ് അധികം ഒന്നും ഉണ്ടാവില്ല, അതായത് വലുതായിട്ട് എഴുതാനുള്ളത് കുറവായിരിക്കും. കൂടുതലും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് 1 മാർക്ക് രീതിയിലാണ്. ഓക്കെ, ദെൻ സെൽ ക്ലസ്റ്റേഴ്സിന് വെയിറ്റേജ് ഭയങ്കര കുറവ് തന്നെയാണ്. ഇതും ഏകദേശം ഒരു 2 മാർക്കിന് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ലെറ്റ്സ് റീഗെയിൻ ആർ ഫീൽഡ്സ് അഥവാ വീണ്ടെടുക്കാം വിളനിലങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് പ്രതീക്ഷിക്കാം. ഓക്കെ, ഒരു ഓഡ് 1 എന്തായാലും നിങ്ങൾക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, നമ്മൾ ബ്രീഡ്സ് വന്നിട്ട് അതിനകത്ത് ഓഡ് 1 ചോദിക്കാനുള്ള 1 മാർക്കിന്റെ ക്വസ്റ്റ്യനും പിന്നെ ഒരു 2 മാർക്കിന്റെ ഏതെങ്കിലും ഒരു പ്രോസസ്സ്, നമ്മളെ ഇപ്പോൾ പ്രിസിഷൻ ഫാമിംഗ് ഒക്കെ ഇല്ലേ, അങ്ങനെ ഏതെങ്കിലും ഒരു മെത്തേഡൊക്കെ നിങ്ങളോട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. മാച്ച് ദ ഫോളോയിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. സോ ഒരു ടോട്ടൽ ഒരു 3 മാർക്കിന്റെ ഒരു വെയിറ്റേജ് നിങ്ങൾക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. ഓക്കെ, ദെൻ നമ്മൾ വൈ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾക്ക് ഒരു 4 മാർക്കിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത് കൂടുതലും നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ്, അതേപോലെ നമ്മളുടെ 1 വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, പിന്നെ നമ്മുടെ ബൈനോമിയൽ നോമൻക്ലേച്ചർ, ദ്വിനാമ പദ്ധതി, ഈ ഒരു ഭാഗത്ത് സയന്റിഫിക് ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾക്ക് അവിടെ പ്രതീക്ഷിക്കാൻ പറ്റുക. അപ്പോൾ 4 മാർക്കിന് നിങ്ങൾക്ക് അവിടെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒരു അപ്രോക്സിമേറ്റ് ആണ് കേട്ടോ, കറക്റ്റ് ഇങ്ങനെ തന്നെ ചോദിച്ചോളം എന്നല്ല പറയുന്നത്. അതായത് മിസ് കുറേ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയിട്ട് ഒരു ശരാശരിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിക്ക് ചാപ്റ്റേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് മാർക്ക് കിട്ടും. ഓക്കെ, ഏറ്റവും വെയിറ്റേജ് ഉള്ള 2 ചാപ്റ്റേഴ്സ് മക്കളെ ഇത് 2 എണ്ണമാണ്. ഓക്കെ, അതിൽ ഈ ഡൈവേഴ്സിറ്റി ഫോർ സസ്റ്റനൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് നിങ്ങൾക്ക് ഏകദേശം എന്ത് ചെയ്യാമെന്നറിയോ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ ഏകദേശം നിങ്ങൾക്ക് ഒരു 7 മാർക്ക് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെയാണ് നമ്മുടെ കണ്ടിന്യൂറ്റി ഓഫ് ജനറേഷൻ അഥവാ തലമുറകളുടെ തുടർച്ചയ്ക്കായി എന്നുള്ളതിന് ഒരു 6 മാർക്ക് ഒരു 7 മാർക്ക് ഒരു 8 മാർക്ക് വരെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിക്കായിരിക്കും നമ്മളെ ചാപ്റ്റേഴ്സിന്റെ ആ ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത്. ഈ രീതിക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ആദ്യം തന്നെ എന്താണ് റിവിഷൻ തുടങ്ങി, നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങളുടെ ആ ഒരു നല്ല മൂഡിൽ നിങ്ങൾ ഇന്ന് പഠിക്കുന്ന ഈ ചാപ്റ്ററാണ്. അതിനകത്ത് ആകെ നമുക്ക് ഏറിപ്പോയാൽ വരാൻ പോകുന്ന 2 മാർക്കിനുള്ള ചോദ്യമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ആ എക്സാമിന് നിങ്ങൾ എന്ത് കിട്ടുള്ളൂ, 2 മാർക്കേ നിങ്ങളുടെ കയ്യിൽ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ പഠിച്ചത് ഈ 2 ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് പകുതിയുടെ മേലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതി നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും അല്ലേ. ഫുൾ മാർക്കല്ല, നല്ലൊരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഈ ഒരു 2 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ കിട്ടും. ഫുൾ മാർക്ക് എന്നായി പോയി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അതായത് ടെൻഷൻ ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലാസ്റ്റിലെ ചാപ്റ്റേഴ്സ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതിനുശേഷം ഈ മാർക്ക് വെയിറ്റേജ് കുറവുള്ള ചാപ്റ്ററുകളിലേക്ക് പോകുക. അത് വെച്ച് ഇത് പഠിക്കാതിരിക്കരുത്. ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് തിരിച്ചും മറിച്ചും ചോദ്യമൊക്കെ വരാം. ഓക്കെ, അപ്പോൾ ഇതുവരെ ചോദിച്ച നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്തിട്ടാണ് മിസ് ഇത് പറഞ്ഞു തന്നത്. അപ്പോൾ എന്തായാലും ഈ 3 ചാപ്റ്റേഴ്സ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിക്ക് മുന്നോട്ട് പോവും. ഈ ഒരു ചാലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ റെഡി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട, കാരണം ഷെയറിങ് ഇസ് കെയറിങ്.